പണ്ടുണ്ടല്ലോ ഒരു തോണി യാത്രക്കാരൻ്റെ കഥ നിങ്ങൾ സ്കൂളിൽ ഏതോ ഒരു പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടില്ലേ? ഒരു തോണിയിൽ കുറച്ച് കുട്ടികൾ കയറിയിട്ട് തോണിക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് കെമിസ്ട്രി എന്താണെന്നറിയോ? തോണിക്കാരൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ. എന്നാ നിങ്ങളെ കാൽഭാഗം ജീവിതം പോയി. നിങ്ങൾക്ക് മാത്സ് എന്താണെന്നറിയോ? ഇല്ല, എനിക്കറിയില്ല. നിങ്ങളെ പകുതിയും പോയി എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഫിസിക്സ് എന്താണെന്നറിയോ? ഇല്ല. എന്നാ നിങ്ങളെ ജീവിതത്തിന്റെ മുക്കാലും തീർന്നു എന്ന് പറഞ്ഞപ്പോഴാണ് കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ തോണിക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നീന്തൽ അറിയോ? കുട്ടികൾ പറഞ്ഞു, ഇല്ല. എന്നാ നിങ്ങളെ ജീവിതം ഫുള്ളും പോയി എന്ന് പറഞ്ഞതുപോലെ ഈ ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങളെ ജീവിതം ഫുള്ളും പോയാൽ തന്നെയാണ്, വേറെ നിവൃത്തിയൊന്നും ഇല്ല. ഇത് വന്നില്ലെങ്കിൽ, കപ്പൽ എഞ്ചിൻ റെഡി ആയില്ലെങ്കിൽ. അപ്പൊ ഇവരെല്ലാരും കൂടി അവിടുന്ന് വിളിച്ചു എന്നാണ്, CM മടവൂരെ ഈ മൊയ്ലിയാരെ വിളിച്ചു എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോ കപ്പൽ റെഡിയായി. കഥയാണ്. കപ്പൽ റെഡിയായപ്പോ ഈ കപ്പലുണ്ടായിരുന്ന ആളുകൾ പോയി ക്യാപ്റ്റനോട് ചോദിച്ചു, എന്തേ സംഭവിച്ചത്? ഇപ്പൊ ഒക്കെ റെഡിയായല്ലോ. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാനിങ്ങനെ കപ്പലിന്റെ മുകളിൽ ഇരിക്കുമ്പോ ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ വന്നു, അതിൽ നിന്നൊരാൾ ഇങ്ങനെ തൂങ്ങി ഇറങ്ങി, എന്നിട്ട് അയാൾ ഈ കപ്പലിന്റെ എഞ്ചിന് വടികൊണ്ട് 3 അടിയടിച്ചു. അങ്ങനെ അടിച്ചപ്പോ എഞ്ചിൻ റെഡിയായി. അയാൾ അങ്ങനെ തന്നെ ഹെലികോപ്റ്ററിൽ കയറി പോയി എന്ന് പറഞ്ഞു. അനി ആളുകൾ വിശ്വസിച്ചു ഇത് CM മടവൂരാണ് വന്നത്. അവരെ നാട്ടിൽ വന്നിട്ട് നേരെ ഇയാൾ താമസിക്കുന്ന വീട്ടിൽ പോയി. ഈ മൊയ്ലിയാര് താമസിക്കുന്ന വീട്ടിൽ അവിടെ ചെന്നിട്ട് ഇയാളോട് പറയാനാണ് ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ കേറി ചെല്ലുമ്പോ തന്നെ ഈ മൊയ്ലിയാർ ഇവരോട് ചോദിക്കുകയാണത്രേ, നിങ്ങൾ കപ്പലിൽ പ്രയാസപ്പെട്ടപ്പോ എന്നെ വിളിച്ചുലേ, ഞാൻ അപ്പൊ തന്നെ വന്ന് നിങ്ങളെ കപ്പൽ റെഡിയാക്കി തന്നത് കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ കഥ നമ്മുടെ നാട്ടിലുള്ള ഇപ്പറഞ്ഞ ആളുകൾ പറയാണ്, ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും. എന്നാൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അള്ളഹാനോടാണ് ആ സമയത്ത് തേടിയത്. അള്ളഹാനോട് മാത്രമാണ് പോലും പ്രാർത്ഥിച്ചത്. ഇങ്ങനെ വിളി കേൾക്കാനും വന്ന് ചെന്ന് സഹായിക്കാനും ഇങ്ങനെ ആർക്കെങ്കിലും കഴിയോ? ഒരു കള്ള കഥ പറയുമ്പോ ഹെലികോപ്റ്ററിൽ പോയി എന്നൊക്കെ പറയുമ്പോ ആ ഹെലികോപ്റ്റർ പൊങ്ങിയ ഒരു സ്ഥലം വേണം, ആ ഹെലികോപ്റ്റർ അതിന് അയാൾ ഇറങ്ങാനുള്ള ഒരു സംവിധാനം വേണം. ഇതൊക്കെ ആലോചിച്ചിട്ടല്ലേ പറയാ. ഇങ്ങനെ എവിടുന്ന് വിളിച്ചാലും കേൾക്കാനും ഉത്തരം ചെയ്യാനും വരാനും ഒക്കെയുള്ള കഴിവ് ഈ മഹാന്മാർക്കുണ്ട് എന്നാണ് നമ്മളുടെ നാട്ടിലുള്ള പല ആളുകളും വിശ്വസിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ മുജാഹിദാകുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ MSM ആയി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി ഇതാണ്. ഒന്ന്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട, അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയായ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്നു പലരും. അത് പാടില്ല. അത് പാടില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്.